ഹായ്, ആപ്പിൾ TV പ്ലസിലൂടെ റീസെന്റ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ദ ഗോർജ് എന്നുള്ളത്. ഈ ഒരു സിനിമയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചിത്രത്തിന്റെ ഒരു കഥാപരിസരം എന്നുള്ളത് രണ്ട് മലനിരകളാണ്. ആ മലനിരകൾക്ക് നടുവിലായിട്ട് അല്ലെങ്കിൽ രണ്ട് മലകൾക്കും ഇടയിലായിട്ട് വലിയൊരു ഹോളും ഉണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്ലേസ് എന്ന് പറയാൻ സാധിക്കും. അങ്ങോട്ടേക്ക് നമ്മുടെ ചിത്രത്തിലെ നായകനും നായികയും എത്തുകയാണ്. അത് ഈ രണ്ട് മലകളുടെയും കാവൽക്കാരായിട്ടാണ് അവരെത്തുന്നത്. ഒരാൾ ഈസ്റ്റ് സൈഡിലും ഒരാൾ വെസ്റ്റ് സൈഡിലുമാണ് നിൽക്കുന്നത്. അതായത് ഇവർ പുറംലോകമായിട്ട് വലിയ കോൺടാക്റ്റ് ഒന്നുമില്ല. ഓക്കെ, അവിടെ ഒരു വർഷം അവർ സ്റ്റേ ചെയ്ത് അവർ കാവൽക്കാരായിട്ട് ഈ മലയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ ചുമതല എന്നുള്ളത്. ഇനി ഇതാണ് ചോദ്യം എന്നുള്ളത്, എന്താണ് ആ മലയിലുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഈ രണ്ട് മലകൾക്കും നടുവിലായിട്ട് ഞാൻ പറഞ്ഞു വലിയ ഹോളുണ്ട്, അതിൻ്റെ അകത്തൊക്കെ എന്താണുള്ളത് എന്നൊക്കെ ഉള്ള ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് സിനിമ എന്ന് പറയാൻ സാധിക്കും. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് സിനിമ എന്നൊക്കെ പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് ദ ഗോർജിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രധാനമായിട്ട് പറയേണ്ടത് സിനിമ ഒരുപാട് നിങ്ങൾക്ക് ത്രില്ലടിക്കാൻ സാധിക്കും. അത് പ്രധാനമായിട്ട് പറയേണ്ടത് ചിത്രത്തിൻ്റെ ടെക്നിക്കൽ സൈഡിലൂടെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ മലയും അല്ലെങ്കിൽ മലയുടെ ആ നടുവിലായിട്ടുള്ള ഹോളും ഇതെല്ലാം മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ അല്ലെങ്കിൽ നിഗൂഢതകൾ നിറഞ്ഞാണ്. അത് പയ്യെ റിവീൽ ചെയ്ത് നമ്മൾ കാണിക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ അന്തിച്ചു. അത്തരത്തിലുള്ള കുറേ സംഭവവികാസങ്ങളുണ്ട്. ഞാൻ സ്പോയിലർ ആക്കാൻ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ടാണ് എന്താണ് എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ കൂടുതലായിട്ട് പോകാത്തത്. പക്ഷേ നിങ്ങൾ വണ്ടടിക്കും, അത്തരത്തിലുള്ള കുറേ സംഭവവികാസങ്ങളുണ്ട്. അതൊന്നും നിസ്സാരമായിട്ട് സ്ക്രീനിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ഓക്കെ, വളരെ ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അത് നല്ല ഗംഭീരമായിട്ട് അല്ലെങ്കിൽ നല്ല പക്ക ക്വാളിറ്റിയിൽ അത് സ്ക്രീനിലേക്ക് എത്തിക്കാൻ വേണ്ടി ചിത്രത്തിൻ്റെ അണിയർ പ്രവർത്തകർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്നുള്ളത്. എടുത്തു പറയേണ്ട ചിത്രത്തിൻ്റെ VFX വർക്കാകട്ടെ, CG വർക്കാകട്ടെ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള പരിപാടികളാണ് കൂടുതലായിട്ട് സിനിമയ്ക്കുള്ളിൽ നിൽക്കുന്നത്. നല്ല രസമായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിങ്ങനെ നോക്കിയിരുന്നു, ആകാംക്ഷയോടെ നോക്കിയിരുന്നു. അത്തരത്തിലുള്ള കുറേ പരിപാടികൾ ചിത്രത്തിനുള്ളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ കഥ എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു സയൻസ് ഫിക്ഷൻ സിനിമ എന്ന് മാത്രം പറയാൻ സാധിക്കില്ല. ഒരു സിനിമയ്ക്കുള്ളിൽ കൊണ്ടുവെക്കാൻ പറ്റുന്ന കുറേ എലമെൻറ്റ്സ് ഈ സിനിമയുടെ കഥയ്ക്കുള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. സിനിമ അഡ്വഞ്ചറാണ്, സസ്പെൻസ് ആണ്, മിസ്റ്ററി ഉണ്ട്, പിന്നെ റൊമാൻസ് ഉണ്ട്, അങ്ങനെ ആക്ഷൻസ് ഉണ്ട്, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചേർത്തിട്ടുള്ള ഒരു കഥാഗതിയായിരുന്നു. നല്ല രസമായിട്ടാണ് അത് തിരക്കഥയിലൂടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ഈ നായകനും നായികയായിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ട്. അത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ ഫീൽ ചെയ്യുക. നല്ല രസമായിരുന്നു കേട്ടോ. അവർ രണ്ടും തമ്മിലുള്ള ഒരു കെമിസ്ട്രിയും അല്ലെങ്കിൽ അവരുടെ ഇടയിലുണ്ടാകുന്ന ആ ചെറിയ പ്രണയവും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. കൂടെ നല്ല കിടിലായിട്ടുള്ള ത്രില്ലിംഗ് മൊമെന്റ്സ് ഒക്കെ ഈ ഒരു സിനിമയുടെ കഥയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. പിന്നെ പറയേണ്ടത് രണ്ട് അഭിനേതാക്കൾ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ മൊത്തത്തിൽ ഫോക്കസ് ചെയ്യുന്നത് നായകനെയും നായികയെ തന്നെയാണ്. അല്ലെങ്കിൽ അവരെയാണ് ഒരു 95% അല്ലെങ്കിൽ ഒരു 98% ഫ്രെയിംസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മൈൽസ് ടെല്ലറാണ്. അതുപോലെ തന്നെ അന്യ ടേലർ ജോയിയാണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരുടെ കിടിലൻ പ്രകടനവും സിനിമയ്ക്ക് വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. അതും കുറച്ച് സാഹസികമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. നല്ല രസമായിട്ട് അത് ചെയ്തും വെച്ചിട്ടുണ്ട്. എന്താണെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഫീലാകും. മൊത്തത്തിൽ പറയുമ്പോഴേ തീർച്ചയായിട്ടും എന്നോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് ദ ഗോർജിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു സിനിമ നിങ്ങൾക്ക് കുടുംബമൊക്കെ ആയിട്ടിരുന്ന് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ കുഴപ്പമുണ്ടെന്നൊന്നും പറയാൻ സാധിക്കില്ല. ചെറിയ കിസ്സിങ് സീൻസും അതുപോലെ ഒരു ബാക്ക് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഉള്ളൂ. എനിക്കത് വലിയ മുഖം ചൊളിക്കുന്ന കേസുകളൊക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. അതും ഒരു അമേരിക്കൻ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊക്കെ ചുമ്മാ ചോട്ട എന്ന് പറയാൻ തോന്നുന്ന തരത്തിലുള്ള സംഭവങ്ങളായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒട്ടും പറ്റാത്തൊരു പോകണ്ട, അല്ലാത്തൊരു കുഴപ്പമില്ല, ചെറുതൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളവർക്ക് ഫാമിലിയായിട്ട് തന്നെ ഇരുന്ന് കണ്ട് ആസ്വദിക്കുകയും ചെയ്യാൻ സാധിക്കും. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ സിനിമ എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നത് ചിത്രത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ്, ആ ടെക്നിക്കൽ ക്വാളിറ്റി എന്നുള്ളതാണ്. സോ എന്നും പറയുന്ന പോലെ തന്നെ ഒരു ഹോം തിയേറ്ററിലോ അല്ലെങ്കിൽ ഹെഡ്സെറ്റിലോ ഒക്കെ വെച്ച് അടിച്ച് പൊളിച്ചിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. സോ അങ്ങനെയും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും കുറഞ്ഞല്ല മാക്സിമം ആണ് നൽകുന്ന 7.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10.7. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പങ്കുവച്ചേക്കാം. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് കാണാം. ബൈ.